നമസ്കാരം. സുപ്രധാന നിയമങ്ങൾ എന്നുള്ള സിലബസ് ഭാഗത്ത് ഒരു PYQ സീരീസാണ് നമ്മൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ആ നിയമവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു നിയമമാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 100 രൂപ മാത്രം വിലയുള്ള പുസ്തകമാണ്. 100 പേജുകൾക്കകത്ത് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒന്നിച്ച് സ്വന്തമാക്കാം. മൊത്തം 220 രൂപയെ ആകത്തുള്ളൂ. അപ്പോൾ ആ പുസ്തകം വേണമെന്നുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇനി ഒരു കാരണവശാലും പേയ്മെൻറ്റ് ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ടോ അല്ലെങ്കിൽ QR കോഡ് വഴിയോ നിങ്ങൾ നൽകരുത്. അതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്, qr.astha.ac@sib. ഇതുവഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ഈ നിയമവുമായി ബന്ധപ്പെട്ട് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം എങ്ങനെയുള്ളതാണ്? പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നീണ്ട ഒരു ചോദ്യമായിരിക്കും, അതുപോലെ ഒരുപാട് പ്രസ്താവനകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസ്താവനകൾ, പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരു ക്ലാസ്സിനകത്ത് 5-6 ചോദ്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ടോപ്പിക്ക് മൊത്തത്തിൽ പഠിച്ച് തീർക്കുമ്പോഴല്ലേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. അതിൻ്റെ ഇടയിൽ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനകത്തോട്ട് വരാം. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. അത് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 8, അല്ലേ? ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 8. എന്നാൽ ദേശീയ വനിതാ ദിനം അങ്ങനെ ഒന്നുണ്ട്. ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഫെബ്രുവരി 13. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. അതിനേക്കാൾ നല്ല ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഈ നിയമം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അത് അറിയണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ദേശീയ വനിതാ കമ്മീഷൻ നിയമം അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേരെന്ത് എന്ന് മനസ്സിലാക്കി വെക്കണം. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ആ കമ്മിറ്റി. 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വനിതകളുടെ സംരക്ഷണം, അവകാശം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, അധ്യക്ഷ ആരായിരുന്നു? ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ ആരായിരുന്നു ചോദിച്ചാൽ ഫുൽ രേണു ഗുഹ എന്ന് പറയുന്ന ഒരു വനിതയാണ്. ഫുൽ രേണു ഗുഹ, അല്ലെ? പഴയ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ഒരു വനിതയാണ് ഫുൽ രേണു ഗുഹ. അപ്പോൾ ആ പേര് പ്രധാനമാണ്, ഫുൽ രേണു ഗുഹ. ഇത് നേരത്തെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അറിഞ്ഞു വെക്കണം, ഫുൽ രേണു ഗുഹ. ഈ കമ്മിറ്റി എന്ത് ചെയ്തു? 1974 അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. 1971 ഇതിനെ രൂപീകരിച്ചത്. 1974 അതെന്ത് ചെയ്തു? റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടാണ് ടുവേഴ്സ് ഇക്വാലിറ്റി. ആ റിപ്പോർട്ട് അറിയപ്പെടുന്നത് ടുവേഴ്സ് ഇക്വാലിറ്റി. അപ്പോൾ ടുവേഴ്സ് ഇക്വാലിറ്റി റിപ്പോർട്ട് എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
എന്ന് ചോദിച്ചാൽ അത് ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടുവേഴ്സ് ഇക്വാലിറ്റി റിപ്പോർട്ട്, ദേശീയ വനിതാ കമ്മീഷൻ അല്ലെ. അപ്പൊ ആ പറഞ്ഞ കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണ്? ഫുൾ രേണു ഗുഹ. അപ്പൊ അത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആമുഖമായിട്ട്. ഇനി നമുക്ക് നിയമത്തിലോട്ട് വരാം. ഈ പറഞ്ഞ നിയമം, അതിന് കാരണമാകുന്ന ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത് 1990 ഓഗസ്റ്റിലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമാകുന്ന ബില്ല്, ഈ നിയമത്തിന് കാരണമാകുന്ന ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത് 1990 ഓഗസ്റ്റിലാണ്. ആ പാസ്സാക്കിയ ബില്ലിൽ ഇനി പ്രസിഡന്റ് ഒപ്പുവെക്കണമല്ലോ. ഒപ്പുവെച്ചാലല്ലേ നിയമമാവൂ അല്ലെ. ആ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 1990 ഓഗസ്റ്റ് 30-നാണ്. 1990 ഓഗസ്റ്റ് 30-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം രാജ്യത്ത് നിലവിൽ വരുന്നതെന്ന്, ഇതിനകത്ത് രാഷ്ട്രപതി ഒപ്പിട്ടതെന്ന് എന്നൊക്കെ ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 30-ആണ്. ഏത് കൊല്ലം? 1990 ഓഗസ്റ്റ് 30. അത് മറന്നു പോകരുത്, 1990. ഇനി എന്ത് രൂപീകരിക്കണം? ഇനി ദേശീയ കമ്മീഷൻ രൂപീകരിക്കണം. അപ്പൊ നിയമമായി. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1992-ലാണ്, ജനുവരി 31. 1992 ജനുവരി 31-ന് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നു അല്ലെ. അപ്പൊ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം 90-ആണ്. നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം 90-ആണ് അല്ലെ. അത് നിലവിൽ വരുന്നത് പക്ഷെ അപ്പോഴല്ല, 92-ലാണ്. ആ ഒരു തരംതിരിച്ചുള്ള അറിവ് മാത്രം മതി. എന്താണ്? ഈ നിയമം വരുന്നത് ഇന്ന കൊല്ലമാണ്, പക്ഷെ കമ്മീഷൻ വരുന്നത് പിന്നീടാണ് എന്നൊരു അറിവ് മാത്രം മതി. അപ്പൊ 92 ജനുവരി 31-ന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബില്ലിൽ അല്ലെ, ഈ ബില്ലിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആര്? ദേശീയ വനിതാ കമ്മീഷൻ നിയമം അതിന് കാരണമാകുന്ന ബില്ലിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ ആർ വെങ്കിട്ട രാമനാണ്. ഇന്ത്യയുടെ 8ാമത് രാഷ്ട്രപതിയാണ് ആർ വെങ്കിട്ട രാമനാണ് ഈ ബില്ലില് എന്ത് ചെയ്തത്? ഒപ്പിട്ടത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിയമം അല്ലെ, ആ നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടണം. ആരാണ് ഒപ്പിട്ടത്? ആർ വെങ്കിട്ട രാമനാണ്. സ്വാഭാവികമായിട്ടും വേറൊന്നുകൂടി നമ്മൾ അറിഞ്ഞു വെക്കണം, ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണ് അല്ലെ. ആ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ 90 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തോട്ട് ഒരു പ്രധാനമന്ത്രി വരും. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ അതിനെ തുടർന്നാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതാരാണ്? അത് PV നരസിംഹ റാവു ആണ്. ആരാണ്? PV നരസിംഹ റാവു. അപ്പൊ അത്രയേ ഉള്ളൂ അവിടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ 2 നിയമം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വിവരാവകാശ നിയമം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഒക്കെ നേരത്തെ പഠിച്ചതാണ്. അവിടെയൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ത്, ഭരണഘടനാ സ്ഥാപനം എന്ത് അല്ലെ, എങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും എന്താണ്? പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം ഉണ്ടായത്. അപ്പൊ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നമ്മൾ ആദ്യമേ തന്നെ പരിചയപ്പെട്ട വാക്കാണ് കോസി എന്ന് പറയുന്ന ലാറ്റിൻ വാക്ക്. കോസി എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ്? പകുതി എന്നാണ്. കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ അർദ്ധ ജുഡീഷ്യൽ ബോഡി. അതായത് ഒരു സിവിൽ കോർട്ടിനുള്ള ചില അധികാരങ്ങൾ ഈ പറഞ്ഞ കമ്മീഷൻ ഉണ്ടാവും. എന്നാൽ ഒരു സിവിൽ കോർട്ടിനുള്ള എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷൻ ഉണ്ടാവത്തില്ല അല്ലെ. ശിക്ഷ നൽകുക പോലുള്ള, റിലീഫ് നൽകുക പോലുള്ള ചില അധികാരങ്ങൾ ആർക്കുണ്ടാവത്തില്ല? ഈ പറഞ്ഞ കമ്മീഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും പ്രസ്താവന രീതിയിൽ വരുന്ന ഒരു ഭാഗമാണ് സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളേ ഉള്ളൂ. സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളെ ഈ പറഞ്ഞ കോസി ജുഡീഷ്യൽ ബോഡിക്കുള്ളൂ, പൂർണ്ണമായിട്ടുള്ള അധികാരമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനയും ശരിയാണ്. അവിടെ മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ, ആ കാര്യം ക്ലിയർ അല്ലേ? ശരി. ഇനി അവിടെ ഒരു കാര്യം കൂടി മനസ്സിലായിക്കോണം, പിന്നീട് പറയാൻ സ്പേസ് കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ ഭരണഘടന എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ വനിതകൾക്ക് വേണ്ടി പ്രത്യേകം നിയമങ്ങളൊന്നും ഇല്ല. വനിതകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 14-ലാണ്. അറിയാം, ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് സമത്വമാണ്. വനിതകളെയും കൂടെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ കാര്യം പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 15-നകത്ത് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാം? ലിംഗസമത്വം അല്ലെ, സ്ത്രീ പുരുഷ സമത്വം, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 15.
ഇനി അടുത്തൊരു വകുപ്പ് ശ്രദ്ധിച്ചു വച്ചേക്കണം, അത് ഈ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്. ആർട്ടിക്കിൾ 15(3). ആർട്ടിക്കിൾ 15(3) എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15(3) പറയുന്ന കാര്യം ആർട്ടിക്കിൾ 14 എന്ത് പറഞ്ഞാലും ശരി തന്നെ, ആർട്ടിക്കിൾ 15 എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെ? സമത്വം എന്ന് പറഞ്ഞിരിക്കുന്നതിന് തടസ്സമാകത്തില്ല. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ വേണ്ടി ഈ രാജ്യത്തെ പാർലമെന്റ് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സമത്വം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 പറഞ്ഞ ലിംഗസമത്വം അതിനെതിരാണ് എന്ന് കരുതേണ്ടതില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിന് എന്തുണ്ടാക്കാം? നിയമനിർമ്മാണം നടത്താം എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 15(3). അത് സമത്വത്തിന് എതിരാവത്തില്ല, ലിംഗസമത്വത്തിന് എതിരാവത്തില്ല. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞ നിയമത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നിയമം എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലായിക്കോണം, വളരെ ചെറിയ ഒരു നിയമമാണ്. ഇതിനകത്ത് 5 അധ്യായമേ ഉള്ളൂ. എത്ര അധ്യായം? 5 അധ്യായമേ ഉള്ളൂ. 17 സെക്ഷൻസേ ഉള്ളൂ. 5 അധ്യായവും 17 സെക്ഷൻസുമുള്ള വളരെ ചെറിയ ഒരു നിയമമാണ് ഏത്? ദേശീയ വനിതാ കമ്മീഷൻ നിയമം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പഠിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 8 അധ്യായമുണ്ട്, 43 സെക്ഷൻ ഉണ്ട്, പഠിച്ചു. അതുപോലെ മുമ്പ് വിവരാവകാശ നിയമം പഠിച്ചു. വിവരാവകാശ നിയമം 2005, അതിൽ 6 അധ്യായമുണ്ട്, 31 സെക്ഷൻസ് ഉണ്ട്, 2 പട്ടികകൾ കൂടിയുണ്ട്. അല്ലെ? 2 പട്ടികകൾ കൂടിയുണ്ട്. പക്ഷേ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിനകത്ത് എത്ര അധ്യായങ്ങളാണുള്ളത്? 5 അധ്യായങ്ങളാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 17 സെക്ഷൻസ് ആണുള്ളത്. അതിൽ 5 അധ്യായമുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള 2ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. അതിൽ 3ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് പറയുന്നതെല്ലാം അധ്യായം 3-ലാണ്. ഇവിടെ ഇപ്പൊ തൽക്കാലം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ചെറിയ നിയമമാണ്. ഇതിനകത്ത് 5 അധ്യായവും 17 സെക്ഷൻസുമാണ് ഉള്ളത്. അതിനകത്ത് അധ്യായം 2-ലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ പറഞ്ഞ കമ്മീഷനിൽ ആകെ 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? 6 അംഗങ്ങൾ. 6 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു അധ്യക്ഷ, മറ്റ് 5 അംഗങ്ങൾ. ഒരു അധ്യക്ഷ, മറ്റ് 5 അംഗങ്ങൾ. 6 കണ്ണും പൊട്ടി പഠിക്കരുത്. കാര്യം എന്താണ്? അവിടെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദ്യം വരുന്നത് അധ്യക്ഷയെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ 6 എഴുതിയാൽ തെറ്റി, അല്ലെ? അപ്പൊ അധ്യക്ഷയെ കൂടാതെ 5 അംഗങ്ങൾ, അധ്യക്ഷ ഉൾപ്പെടെ 6 അംഗങ്ങൾ. അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? ഈ പറഞ്ഞ 6 അംഗങ്ങൾ, അധ്യക്ഷയെ കൂടാതെ 5 അംഗങ്ങളുണ്ട്. അതിൽ ഒരാള് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. അതിലൊരാള് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. അതാണ് നിബന്ധന. മനസ്സിലായോ? ഒരു കാര്യം കൂടെ ഓർത്തോണം, ഈ പറഞ്ഞ കമ്മീഷനിലുള്ള അംഗങ്ങൾ എല്ലാവരും വനിതകളായിരിക്കണം. ഈ കമ്മീഷനിലുള്ള അംഗങ്ങൾ എല്ലാവരും വനിതകളായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ടോ? അങ്ങനെ ഒരു നിബന്ധനയില്ല. ഈ കമ്മീഷനിലുള്ളവരെല്ലാം വനിതകളായിരിക്കണം എന്നൊരു നിബന്ധന ഇതിനകത്തില്ല. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ കമ്മീഷനിൽ അധ്യക്ഷ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് 5 അംഗങ്ങളുണ്ട്. അതിലൊരാളെങ്കിലും എന്തായിരിക്കണം? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. അതിന് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. ദേശീയ വനിതാ കമ്മീഷന് ഇതിന് പുറമെ, ഈ 6 അംഗങ്ങൾക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ നമ്മൾ സെക്രട്ടറി ജനറൽ എന്നൊരാളെ പഠിച്ചു, അല്ലെങ്കിൽ CEO, സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ CEO എന്നൊരാളെ പറഞ്ഞു, അല്ലെ? ആ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ആരാണ്? മെമ്പർ സെക്രട്ടറിയാണ്. ആരാണ്? മെമ്പർ സെക്രട്ടറി. അപ്പോ ദേശീയ വനിതാ കമ്മീഷന്റെ ഘടന അത് പറയുന്നത് ഈ നിയമത്തിൽ ഏത് അധ്യായത്തിലാണ്? അധ്യായം 2-ലാണ്. എത്ര അംഗങ്ങളാണ്? മൊത്തം 6 അംഗങ്ങൾ, ഒരു അധ്യക്ഷയും മറ്റ് 5 അംഗങ്ങളും. അതിലൊരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം.
ഇതിനകത്ത് വനിതകൾ മാത്രമേ പാടുള്ളൂ എന്ന് ഈ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 6 അംഗങ്ങൾക്ക് പുറമെ ആര് കൂടി ഉണ്ടായിരിക്കും? ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിയാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതാര്? അല്ലെ, അവിടുത്തെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതാര്? നമ്മൾ നേരത്തെ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സമിതി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഇപ്പോ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കേന്ദ്ര സർക്കാർ. എങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ. ഒരു സമിതിയുടെ കാര്യം പറയണ്ട, കേന്ദ്ര സർക്കാർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇവരെ നിയമിക്കുന്നതാര്? കേന്ദ്ര സർക്കാർ. നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. ഇവരാരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യണം? കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരാളുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് കാലാവധിയോ? കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇവർ പുനർനിയമനത്തിന് യോഗ്യരാണോ? പുനർനിയമനത്തിന് യോഗ്യരാണോ എന്നുള്ള ചോദ്യം അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. പുനർനിയമനത്തിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ് അല്ലെ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ പുനർനിയമനത്തിന് യോഗ്യരാണ്. പക്ഷേ തുടർ നിയമനം ഇവിടെ ഇല്ല. അതിനുള്ള വ്യത്യാസം എന്താണ്? പുനർനിയമനം എന്ന് പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞു, പിന്നെയും തെരഞ്ഞെടുത്തു, വീണ്ടും അതുപോലെ നിയമിക്കുന്നു. അതാണ് പുനർനിയമനം, റീ അപ്പോയിൻമെന്റ്. തുടർ നിയമനം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കഴിയുമ്പോൾ സർക്കാർ ഈ പറഞ്ഞ 1 കൊല്ലം കൂടി ഇരുന്നോ എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുത്താൽ അതിന് നമ്മൾ തുടർ നിയമനം എന്നാണ് പറയുന്നത്. ആ പരിപാടിയില്ല. അപ്പോൾ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും അവരെന്ത് ചെയ്യും? പഴയതുപോലെ തന്നെ തിരഞ്ഞെടുത്ത് ഒരു പുതിയ അംഗം എങ്ങനെ വരുന്നുവോ അതുപോലെ തന്നെ ആ പറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും വീണ്ടും ഈ പറഞ്ഞ നിയമിക്കപ്പെടുക. അതിനെയാണ് പുനർനിയമനം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണ്, തുടർ നിയമനത്തിന് യോഗ്യരല്ല എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവര് രാജിവെക്കണമെന്ന് തോന്നിയാൽ രാജിക്കത്ത് ആർക്ക് കൊടുക്കണം അല്ലെ? ആ രാജിക്കത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ആരാണ് ഇവരെ നിയമിച്ചത്? കേന്ദ്ര സർക്കാരാണ്. അപ്പൊ രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? കേന്ദ്ര സർക്കാരിന് കൊടുക്കണം അല്ലെ. രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന് കൊടുക്കണം അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരെ നീക്കം ചെയ്യാൻ പറ്റുമോ? നീക്കം ചെയ്യാൻ പറ്റും അല്ലെ. കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നീക്കം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് അല്ലെ. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പെരുമാറ്റ ദൂഷ്യമുണ്ടെങ്കിൽ നീക്കം ചെയ്യും അല്ലെ. പെരുമാറ്റ ദൂഷ്യമുണ്ടെങ്കിൽ നീക്കം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? കടബാധ്യത ഉണ്ടെങ്കിൽ നീക്കം ചെയ്യും. ജോലി ചെയ്യാനുള്ള ശേഷി ഇല്ലെങ്കിൽ നീക്കം ചെയ്യും. മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കഴിവില്ലായ്മ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഒരാളെ നീക്കം ചെയ്യുന്നത്. അങ്ങനെ നീക്കം ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. അതും ആരാണ്? കേന്ദ്ര സർക്കാരാണ്. നീക്കം ചെയ്യാൻ പറ്റുമോ? പറ്റും. ആരെ നീക്കം ചെയ്യും? കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യും അല്ലെ. അപ്പൊ ഇവരെ തെരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, ഇവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരാളുടെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരാളുടെ മുമ്പിലായിരിക്കും. ഇവർക്ക് കാലാവധി പറഞ്ഞിട്ടുണ്ട്, കാലാവധി 3 വർഷമാണ്. പുനർനിയമനത്തിന് ഇവര് യോഗ്യരാണ്. ഇവർക്ക് രാജിക്കത്ത് കൊടുക്കണമെങ്കിൽ രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. നീക്കം ചെയ്യാൻ പറ്റുമോ? പറ്റും. ആരെ നീക്കം ചെയ്യും? കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി മനസ്സിലായിക്കോണം. ഈ പറഞ്ഞ കമ്മീഷനിലെ അംഗങ്ങൾ, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ തുടർച്ചയായിട്ടുള്ള 3 യോഗങ്ങളിൽ, തുടർച്ചയായിട്ടുള്ള കമ്മീഷന്റെ 3 യോഗങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ, നേരത്തെ ഈ പറഞ്ഞ അനുമതി വാങ്ങാതെ, മുന്നറിയിപ്പില്ലാതെ തുടർച്ചയായ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അവരുടെ അംഗത്വം റദ്ദാക്കപ്പെടും.
മനസ്സിലായോ? അപ്പൊ ഏതെല്ലാം വിധത്തിൽ അംഗത്വം റദ്ദാക്കപ്പെടും എന്നുള്ളത്, അല്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് അടിസ്ഥാനത്തിലാണ്? പെരുമാറ്റ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെ? അതുപോലെ തന്നെ എന്താണ്? കടബാധ്യത ഉണ്ടെങ്കിൽ, കാര്യശേഷി ഇല്ല എങ്കിൽ, ചിത്തഭ്രമം ഉണ്ടെങ്കിൽ, ആ ഒരു രീതിയിലൊക്കെ എന്താവും? ഈ പറഞ്ഞ നീക്കം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെടാം. അതിനു പുറമെ മറ്റൊരു രീതിയാണ് ഏതെന്ന് പറഞ്ഞത്, തുടർച്ചയായിട്ടുള്ള 3 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ, അനുമതിയില്ലാതെ പങ്കെടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അംഗത്വം നഷ്ടപ്പെടും. തുടർച്ചയായിട്ടുള്ള 3 യോഗങ്ങളിൽ അനുമതി വാങ്ങാതെ വിട്ടുനിന്നാൽ ആ ആളുടെ അംഗത്വം എന്ത് ചെയ്യും? റദ്ദാക്കപ്പെടും. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക, അല്ലെ? ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പതിയണം. ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനകത്ത് ഗവർണർ എന്നുള്ള ഉത്തരം വരത്തില്ല, രാഷ്ട്രപതി എന്നുള്ള ഉത്തരം വരത്തില്ല, പാർലമെന്റ് എന്നുള്ള ഉത്തരം വരത്തില്ല. എല്ലാം കേന്ദ്ര സർക്കാർ എന്ന് വന്നുകൊണ്ടിരിക്കും, അല്ലെ? ആ പറഞ്ഞ ഉത്തരം എങ്ങനെയെന്നുള്ളത് മനസ്സിലായി. സത്യപ്രതിജ്ഞ, നിയമനം, രാജിക്കത്ത്, റിമൂവൽ, ആ പറഞ്ഞ സ്ഥലത്താണ്. അതെല്ലാം എന്താണ്? കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. അതിപ്പോ പഠിച്ച് ഉറപ്പിച്ചോണം. നമ്മൾ ഒരുപാട് നിയമങ്ങൾ ഇനി ഇങ്ങനെ പഠിക്കും, അപ്പൊ കുറെ കഴിയുമ്പോൾ സംശയം വരും. അതുകൊണ്ട് ഇപ്പൊ ഉറപ്പിച്ചോണം, ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങളാണ്. പ്രസ്താവന രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ വനിതകളായിരിക്കണം എന്ന നിയമത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഉത്തരമായിട്ട് പറഞ്ഞത്, അല്ലെ? അങ്ങനെ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ പുരുഷൻ, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ പുരുഷൻ, ആദ്യം എന്ന് പറയേണ്ട കാര്യമില്ല, ഇതുവരെ ഒരു പുരുഷൻ മാത്രമേ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായിരുന്നിട്ടുള്ളൂ. ആര് എന്ന് ചോദിച്ചാൽ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായിട്ടുള്ള ഏക പുരുഷൻ അല്ലെങ്കിൽ ആദ്യ പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അലോക് റാവത്താണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മം, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ധർമ്മം പഠിച്ചു. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മം, ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മം, അധികാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ നിയമത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ്. ഞാൻ പറഞ്ഞു 2-ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത്. അതേസമയം 3-ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മം, അധികാരം, അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് ധർമ്മം അല്ലെങ്കിൽ അധികാരം എന്ന് ചോദിച്ചാൽ അന്വേഷണം, പരിശോധന. അന്വേഷണം, പരിശോധന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് പരാതികൾ വല്ലതുമുണ്ട് എങ്കിൽ അതിനകത്ത് അന്വേഷണം, പരിശോധന ആർക്ക് നടത്താം? ഈ ദേശീയ വനിതാ കമ്മീഷൻ നടത്താം. സ്ത്രീകളുടെ അവകാശം, സ്ത്രീകളുടെ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്താൻ, പരിശോധന നടത്താൻ ഉള്ള അധികാരം ആർക്കുണ്ട്? അത് ദേശീയ വനിതാ കമ്മീഷനുണ്ട്, അല്ലെ? ഇങ്ങനെ ഒരു പ്രസ്താവന പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ഇല്ല എന്ന് എഴുതോ? തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടെന്ന് എഴുതുള്ളൂ. ഈ പ്രസ്താവന നിങ്ങൾ തെറ്റിക്കത്തില്ല, ഈ പ്രസ്താവന നിങ്ങൾ തെറ്റിക്കത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നിർദ്ദേശങ്ങൾ. നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശം, സ്ത്രീകളുടെ സംരക്ഷണം, അല്ലെ? അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ആർക്ക് നൽകാം? കേന്ദ്ര സർക്കാരിന് നൽകാം, സംസ്ഥാന സർക്കാരിന് നൽകാം, അല്ലെ? സ്ത്രീകളുടെ അവകാശം സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആർക്ക് നൽകാം? കേന്ദ്ര സർക്കാരിന് നൽകാം, സംസ്ഥാന സർക്കാരിന് നൽകാം, അല്ലെ? അപ്പൊ അവിടെ സംസ്ഥാന സർക്കാരിന് നൽകാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, സംസ്ഥാന സർക്കാരിന് നൽകാം, ഇതൊരു ദേശീയ കമ്മീഷനാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ട് പറ്റും. അതേസമയം ഒരു സംസ്ഥാന കമ്മീഷന് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ദേശീയ കമ്മീഷനാണ്. അപ്പോൾ ദേശീയ കമ്മീഷന് എന്താണ്? നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകാൻ പറ്റും, സംസ്ഥാന സർക്കാരിന് നൽകാൻ പറ്റും, അല്ലെ? വനിതകളുടെ ക്ഷേമം, വനിതകളുടെ സംരക്ഷണം, വനിതകളുടെ അവകാശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അവർ പല നിർദ്ദേശങ്ങളും മുമ്പോട്ട് വയ്ക്കും. ആ നിർദ്ദേശങ്ങൾ ആർക്കൊക്കെ നൽകും? അത് കേന്ദ്ര സർക്കാരിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും നൽകാം. അപ്പൊ അത് നിങ്ങൾ ശരിയാക്കും. ഇനി അത് കഴിഞ്ഞിട്ട് പുരോഗതി വിലയിരുത്തൽ. പുരോഗതി വിലയിരുത്തൽ ചെറിയ സംശയം ഉണ്ടാക്കും.
പുരോഗതി വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം രാഷ്ട്രം അല്ലെങ്കിൽ സംസ്ഥാനം മുമ്പോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ ആർക്ക് പറ്റും? ദേശീയ വനിതാ കമ്മീഷന് പറ്റും, അല്ലെ? നമ്മുടെ രാജ്യത്ത് വനിതകളുടെ, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതികൾ നടപ്പിലാക്കുന്നത് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്, അല്ലെ? അങ്ങനെ അതിന്റെ പുരോഗതി വിലയിരുത്താനുള്ള അവകാശം ആർക്കുണ്ടെന്നാണ് പറഞ്ഞത്? ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കൽ. ആസൂത്രണം എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? സംസ്ഥാനമായാലും കേന്ദ്രമായാലും വിവിധ പദ്ധതികൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ രൂപീകരിക്കുന്നു. ആ രൂപീകരിക്കുന്ന പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ്, ഈ പറഞ്ഞ ഭാവിയെ മുൻനിർത്തിയാണ്. അപ്പൊ ആ പറഞ്ഞ അതിനെയാണ് നമ്മൾ ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കും, അല്ലെ? ഭാവിയെ കണ്ടുകൊണ്ട് ഓരോ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കും. പ്രത്യേകിച്ച് വനിതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അതിനകത്ത് അങ്ങനെയുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രക്രിയയിൽ ആര് പങ്കെടുക്കും? ദേശീയ വനിതാ കമ്മീഷൻ പങ്കെടുക്കും. അപ്പൊ ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കൽ, അവിടെയും ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ നൽകാമല്ലോ. അവിടെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഉപദ്രവമാകുന്ന വല്ലതുമുണ്ടോ, സ്ത്രീകൾ ഗുണകരമാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം പോലുള്ള നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെയുള്ള ചർച്ചകളിൽ അവർക്ക് പങ്കെടുത്ത് നൽകാം, അല്ലെ? അപ്പൊ അത് ശരിയായുള്ള പ്രസ്താവനയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവബോധം സൃഷ്ടിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിയമം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, രാജ്യത്ത് നിയമം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമുക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ രാജ്യത്ത് എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട്, എന്തെല്ലാം അവകാശങ്ങളുണ്ട്, നമുക്ക് എന്തെല്ലാം കിട്ടണം, അല്ലെ, എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊരു ധാരണയില്ലെങ്കിൽ നമ്മൾ അടിമയായിട്ട് ജീവിക്കും, നമുക്കൊരു കുഴപ്പവും കാണത്തില്ല, അടിമയായിട്ട് ജീവിക്കും, അല്ലെ? അപ്പോ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം ആർക്ക് വേണം? സ്ത്രീകൾക്ക് വേണം. അപ്പോ അങ്ങനെയുള്ള അവബോധം നൽകൽ ആരുടെ ജോലിയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, അവരുടെ ധർമ്മമാണ്, അവരുടെ ഈ പറഞ്ഞ ചുമതലയിൽ വരുന്ന കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം നേരത്തെയും പറഞ്ഞതാണ്, ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ വനിതകളുടെ സംരക്ഷണം, വനിതകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുപോലെ ഒരു കാര്യം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ രംഗത്തുള്ള അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട, സ്ത്രീ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ, അങ്ങനെയുള്ള ഗവേഷണങ്ങൾക്ക് ആര് പ്രോത്സാഹനം നൽകും? ദേശീയ വനിതാ കമ്മീഷൻ പ്രോത്സാഹനം നൽകും, അല്ലെ? ഇതൊരു നിസ്സാര കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം പഠിക്കാനാണ് താല്പര്യം, ഒരു ചോദ്യം കേൾക്കണം, ഒരു ഉത്തരം കാണാതെ പഠിക്കണം, അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കണം, ഇതാണ് നിങ്ങളുടെ താല്പര്യം. അങ്ങനെ നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ചും ഈ ഭാഗത്ത്, നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതിനകത്തൊരു വ്യക്തത വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിയമത്തിനകത്ത് പറയുന്നത്. ഈ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല, ഉള്ള കാര്യങ്ങളെ പറഞ്ഞു തരാൻ പറ്റൂ. അപ്പൊ ഈ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു എങ്കിൽ, ഇതിൻ്റെ ഒരു ആശയം കിട്ടി എങ്കിൽ ചോയ്സിനെ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിൽ എത്താനായിട്ട് പറ്റും. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ്, അല്ലെ? ദേശീയ വനിതാ കമ്മീഷന്റെ ധർമ്മം ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ വനിതാ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണ്? ആകെ 6 അംഗങ്ങളാണ്, അല്ലെ? ഒരു അധ്യക്ഷ, മറ്റ് 5 അംഗങ്ങൾ. അതിലൊരാളെങ്കിലും എന്തായിരിക്കണം? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. അതിന് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്, അല്ലെ? ഇപ്പൊ പച്ചവെള്ളം പോലെ ആയി, അല്ലെ? മെമ്പർ സെക്രട്ടറി ഉണ്ട്. അപ്പൊ എത്രയുണ്ട്? അംഗങ്ങൾ 6. ഇനി ആ അംഗങ്ങൾ 6 ആണ്. അപ്പോ കോറം എത്ര എന്ന് ചോദിക്കും. എന്താണ് ദേശീയ വനിതാ കമ്മീഷന്റെ കോറം എത്ര? കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ, അല്ലെ? എത്ര പേരുണ്ടെങ്കിലാണ് ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതിൻ്റെ ഈ പറഞ്ഞ ഒരു ചർച്ചയോ കാര്യങ്ങളോ വല്ലതും ആയിരിക്കും. ഒരു യോഗം തുടങ്ങണമെങ്കിൽ ആ കമ്മിറ്റിയിലുള്ള എത്ര പേർ ഉണ്ടായിരിക്കണം, അതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്, അല്ലെ? ആ പറഞ്ഞ കമ്മിറ്റിയുടെ കോറം അത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, 3 ആണ്, അല്ലെ? അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 6 ആണ്. അതിന്റെ കോറം എത്ര എന്ന് ചോദിച്ചാൽ 3 ആണ്. നല്ല ചോദ്യമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ കോറം എത്ര എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 3. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? അവിടെ ആർക്കും തെറ്റത്തില്ല. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം
ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ ആ കെട്ടിടത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ് ആ കെട്ടിടത്തിന്റെ പേര്? നിർഭയ ഭവൻ. നിർഭയ ഭവൻ അല്ലെ, നിർഭയ ഭവൻ ന്യൂഡൽഹി. എന്തിന്റെ ആസ്ഥാനമാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമാണ് നിർഭയ ഭവൻ ന്യൂഡൽഹി. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. ദേശീയ വനിതാ കമ്മീഷന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്. എന്താണ് അതിൻ്റെ പേര് എന്ന് ചോദിക്കും. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച് തേഞ്ഞു പോയ ഒരു ചോദ്യമാണ് രാഷ്ട്രമഹിള. ഏതാണ്? രാഷ്ട്രമഹിള അല്ലെ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ കോറം എന്ന് പറയുന്നത് 3. അതിൻ്റെ ആസ്ഥാനം നിർഭയ ഭവൻ ന്യൂഡൽഹി. അതിനൊരു ന്യൂസ് ലെറ്റർ ഉണ്ട്, ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതാണ് ഏത്? അതാണ് രാഷ്ട്രമഹിള. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരൊക്കെയാണ് ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നിട്ടുള്ളത്? നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന എന്താണ്? ആദ്യത്തെ അധ്യക്ഷയാരെന്ന് പഠിക്കും. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായക് എന്ന് പഠിക്കും. ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ രഹാത്കർ അല്ലെ. ഞാനിത് പറയുന്ന സമയത്ത് വിജയ് കിഷോർ രഹാത്കർ ആണ്. ഇനി നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തോണം. ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് വിജയ് കിഷോർ രഹാത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അല്ലെ, ഇപ്പോഴത്തെ അധ്യക്ഷ. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും മാത്രമേ എപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കാറുള്ളൂ. ജയന്തി പട്നായക് ആദ്യത്തെ അധ്യക്ഷ, ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ രഹാത്കർ. ഇതൊക്കെ സിലബസ് ആദ്യം വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. കുറച്ച് കാലമായിട്ട് ഇത് സിലബസാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പല ചോദ്യങ്ങളും എന്താണ്? പുതുമയില്ലാതായി. അപ്പോൾ ഇപ്പോൾ വേറെ രീതികളിലൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങി അവർ വരും. ചോദ്യകർത്താക്കൾ ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായക്കാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായക്കാണ്. രണ്ടാമത്തത് മോഹിനിഗിരിയാണ്. രണ്ടാമത്തെ ആരാണ്? മോഹിനിഗിരി അല്ലെ. അപ്പൊ പേര് കേൾക്കണം. പേര് കേൾക്കുമ്പോൾ മോഹിനിഗിരി ഉണ്ട്. അങ്ങനെ ഒരു അധ്യക്ഷ ഉണ്ട് എന്നാണ് വേണ്ടത്. അങ്ങനെ ഒരു അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷനുണ്ട് അല്ലെ. അപ്പൊ ചോയ്സിൽ ഇങ്ങനെ പേര് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം ഇങ്ങനെ ഒരു അധ്യക്ഷ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ AS ആനന്ദിന്റെ കാര്യം പറഞ്ഞു, JS വർമ്മയുടെ കാര്യം പറഞ്ഞു, രാജേന്ദ്ര ബാബുവിന്റെ കാര്യം പറഞ്ഞു. ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അതിന്റെ അധ്യക്ഷന്മാരായിരുന്നു. പേര് കേൾക്കുമ്പോൾ അറിയാം അങ്ങനെ ഒരാളുണ്ട് അല്ലെ, അങ്ങനെ ഒരാളുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ ജയന്തി പട്നായക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മോഹിനിഗിരി. ആരാണ്? മോഹിനിഗിരി. ഞാൻ മൊത്തം ക്രമത്തിൽ പഠിക്കണമെന്ന് തൽക്കാലം പറയുന്നില്ല, പക്ഷെ പഠിച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജയന്തി പട്നായക്, മോഹിനിഗിരി. ഇനി അത് കഴിഞ്ഞിട്ട് വിഭാ പാർത്ഥസാരഥി. മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കലും ഈ പേര് മറന്നു പോകത്തില്ല. കാരണം എൻ്റെ ഭാര്യയുടെ പേര് വിഭ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാര്യം മറക്കത്തില്ല. അപ്പൊ ആദ്യത്തെ ആരാണ്? ജയന്തി പട്നായക്. രണ്ടാമത്തെ ആളുടെ പേര് മോഹിനിഗിരി. മൂന്നാമത്തെ ആളുടെ പേര് വിഭാ പാർത്ഥസാരഥി. അത് കഴിഞ്ഞിട്ട് പൂർണിമ അദ്വാനി. പേര് പരിചയപ്പെടുക. ജയന്തി പട്നായക്, മോഹിനിഗിരി, വിഭാ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി. പരിചയപ്പെടുക. എത്രത്തോളം ആ പേര് പരിചയപ്പെടാമോ അത്രത്തോളം പരിചയപ്പെടുക. പൂർണിമ അദ്വാനി. ഇനി അത് കഴിഞ്ഞിട്ട് ഗിരിജ വ്യാസ്. ആ പേരിന്റെ അവിടെ വട്ടവും വരച്ചിടണം. ഗിരിജാ വ്യാസ് എന്ന് കേൾക്കുമ്പോൾ വട്ടവും കൂടി വരച്ചിടണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ഒരാൾ 2 തവണ അധ്യക്ഷയാവുന്നത്. ദേശീയ വനിതാ കമ്മീഷനിൽ 2 തവണ അധ്യക്ഷയായ ആദ്യത്തെ വനിത. ദേശീയ വനിതാ കമ്മീഷനിൽ 2 തവണ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ഗിരിജ വ്യാസാണ്. അത് മാത്രമല്ല, ദേശീയ വനിതാ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ സ്ഥാനത്തിരുന്ന വനിത ആരെന്ന് ചോദിച്ചാലും ഗിരിജ വ്യാസാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ സ്ഥാനത്തിരുന്ന വനിത ആരെന്ന് ചോദിച്ചാലും ഗിരിജ വ്യാസാണ്. 2 തവണ അധ്യക്ഷയാകുന്ന ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഗിരിജ വ്യാസാണ് അല്ലെ. അപ്പോൾ ജയന്തി പട്നായക് ഉണ്ട്, മോഹിനിഗിരി ഉണ്ട്, വിഭാ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മമത ശർമ്മ. ഇനി അത് കഴിഞ്ഞിട്ട് ലളിത കുമാരമംഗലം. ആ പേരും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മയുടെ പേരാണ് ലളിത. അപ്പോൾ അമ്മയുണ്ട്, ഇതിനകത്ത് ഈ പറഞ്ഞ ഭാര്യയുണ്ട് അല്ലെ, വിഭാ പാർത്ഥസാരഥി, ലളിത കുമാരമംഗലം. ഇനി അത് കഴിഞ്ഞിട്ട് രേഖാ
രേഖാ ശർമ്മ. രേഖാ ശർമ്മ പഠിക്കുമ്പോഴും വട്ടമിടണം. എന്താണെന്ന് ചോദിച്ചാൽ ഗിരിജ വ്യാസ് 2 തവണ ഇരുന്നല്ലോ. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ 2 തവണയായ വേറൊരാൾ കൂടിയുണ്ട്, രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ 2 തവണ അധ്യക്ഷയായ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഗിരിജ വ്യാസ്, രേഖാ ശർമ്മ. ഏറ്റവും കൂടുതൽ കാലം ആരാണ്? അത് ഗിരിജ വ്യാസാണ്. ഏറ്റവും കൂടുതൽ കാലം ഗിരിജ വ്യാസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? വിജയ് കിഷോർ രഹാത്കർ. വിജയ് കിഷോർ രഹാത്കർ, അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന 9ാമത് വ്യക്തി. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന 9ാമത് വ്യക്തി. ഇതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകുന്ന 9ാമത് വ്യക്തിയാണ് വി രാമസുബ്രഹ്മണ്യൻ. അല്ലെ, വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ ഇപ്പോ വിജയ് കിഷോർ രഹാത്കർ 9ാമത്തെ വ്യക്തി. 9ാമത്തെ അധ്യക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈ പറഞ്ഞ ചിലർ 2 തവണയായി. അപ്പൊ അതുകൊണ്ട് 9ാമത്തെ അധ്യക്ഷ എന്ന് പറയാൻ പറ്റില്ല. അധ്യക്ഷയാകുന്ന 9ാമത്തെ വ്യക്തിയാണ് വിജയ് കിഷോർ രഹാത്കർ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം കൊടുത്ത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. മനസ്സിലായോ? അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാരുടെ പേരുകളൊക്കെ മറിച്ചും തിരിച്ചും തന്നിട്ടുണ്ട്. ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ക്രോണോളജിക്കൽ ഓർഡറിൽ സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ആദ്യം ആരിരുന്നു, രണ്ടാമത് ആരിരുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ഇവിടെ അങ്ങനെ നേരത്തെ ചോദിച്ചിട്ടില്ല. പക്ഷെ ചില ആൾക്കാരെയൊക്കെ തന്നിട്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അല്ലെ, ഇവിടെ ഫാത്തിമ ബീവി നിങ്ങൾക്ക് അറിയാം അല്ലെ. ഫാത്തിമ ബീവി ദേശീയ വനിതാ കമ്മീഷനിൽ അധ്യക്ഷയായിട്ടുണ്ടോ? ഇല്ല. ദേശീയ വനിതാ കമ്മീഷനിൽ ഫാത്തിമ ബീവി അധ്യക്ഷയായിട്ടില്ല, അംഗമായിട്ടില്ല. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന വനിതയാണ് ആര്? ഫാത്തിമ ബീവി. അല്ലെ, മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ വനിതയാണ് ആര്? ഫാത്തിമ ബീവി. പക്ഷെ ദേശീയ വനിതാ കമ്മീഷനിൽ ഫാത്തിമ ബീവി ഉണ്ടോ? ഇല്ല. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? ഇതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുമ്പോഴാണ്. ശരി, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പൊ അവിടോട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. അല്ലെ, ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ആ നിയമത്തിൽ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെ, വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം 2005 ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ചും, അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും ആ ഒരൊറ്റ നിയമത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നമ്മൾ പഠിച്ചു. ആ നിയമത്തിൽ എന്തിനെ കുറിച്ച് പറയുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പറയുന്നുണ്ട്. അല്ലെ, പക്ഷെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 ഏതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ? ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ ഉണ്ട്. അല്ലെ, നമ്മുടെ സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ ഉണ്ട്. അല്ലെ, അപ്പൊ അതൊരു ഉണ്ടായത് എങ്ങനെയാണ്? അത് സംസ്ഥാന നിയമസഭ പാസാക്കിയ മറ്റൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമമല്ല, സംസ്ഥാന നിയമസഭ പാസാക്കിയ മറ്റൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതുണ്ടായി വരുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. അപ്പോൾ രണ്ട് നിയമമാണ് എന്നുള്ളത് മനസ്സിനകത്ത് വേണം. അപ്പൊ അവിടുത്തെ ആദ്യത്തെ ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ട ബില്ല്. അല്ലെ, ബില്ല് കേരള നിയമസഭ പാസാക്കിയത് എന്നാണ്. അല്ലെ, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ല് കേരള നിയമസഭ പാസാക്കുന്നത് 1990-ലാണ്. 1990-ലാണ് സംസ്ഥാന നിയമസഭ അത് പാസാക്കുന്നത്. 1990-ലാണ്. ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് അറിയാമോ? EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 1990-ലാണ് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് കേരള നിയമസഭ പാസാക്കുന്നത്. ആ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് പോയി. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് 1990 പാസാക്കിയ ബില്ല് ആർക്ക് വിട്ടു? രാഷ്ട്രപതിക്ക് വിട്ടു. അങ്ങനെ രാഷ്ട്രപതി അതിനകത്ത് ഒപ്പിടുന്നു. 1995 ഓഗസ്റ്റിൽ രാഷ്ട്രപതി അതിനകത്ത് ഒപ്പിടുന്നു. 1995-ലാണ് രാഷ്ട്രപതി അതിനകത്ത് ഒപ്പിടുന്നത്. 95. 1995 ആവുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് അത് 9ാമത്തെ രാഷ്ട്രപതിയാണ്, ശങ്കർ ദയാൽ ശർമ്മ.
ദേശീയ വനിതാ കമ്മീഷൻ നിയമം അതിനകത്ത് ഒപ്പിട്ടത് 8ാമത്തെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ്. അതേസമയം സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം അതിന് അംഗീകാരം കൊടുത്ത രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ അത് 9ാമത്തെ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. അങ്ങനെ 95 ഓഗസ്റ്റിൽ ഇതിൽ ആര് ഒപ്പിടുന്നു? രാഷ്ട്രപതി ഒപ്പിടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 95 ഡിസംബർ 1 സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം സംസ്ഥാനത്ത് നിലവിൽ വരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം വരുന്നു അല്ലെ. ഇപ്പൊ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. 90 ആദ്യം ബില്ല്, ആ ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് വിട്ടു, രാഷ്ട്രപതി ഒപ്പിട്ടു 95. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം വരുന്നു 95. ഇനി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് അടുത്ത കൊല്ലമാണ് 96 മാർച്ച് 14. 96 മാർച്ച് 14 അല്ലെ. ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ എവിടെ നിന്ന് 95 പറയടാ അങ്ങനെ പറ്റൂല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ പോയിരുന്നിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് പഠിക്കണം. അത് കാണാതെ പഠിപ്പിക്കേണ്ട ജോലി എൻ്റെതല്ല. അതെന്ത് ചെയ്തോണം? നിങ്ങൾ പഠിച്ചോണം അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അല്ല നിങ്ങളെ കാണാതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. അതിന് വേറെ ആരെങ്കിലും മതി. ഒരു നിങ്ങളുടെ മക്കളുടെ കൊടുത്താലും മതി, നോട്ട് കൊടുത്തിട്ട് ചോദിക്കാൻ പറഞ്ഞാൽ അവർ ചോദിച്ചോളൂ, ആരായാലും മതി. അപ്പൊ കാണാതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ. ഇവിടെ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം, അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, 95 ഓഗസ്റ്റിലല്ലേ രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചത്? രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവെച്ചത് 95-ലാണ്. അങ്ങനെ ഈ പറഞ്ഞ നിയമം, നമ്മുടെ ഈ നിയമം, സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം സംസ്ഥാനത്ത് വരുന്നത് 95 ഡിസംബറിലല്ലേ. ആ സമയത്ത് മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അപ്പൊ മുഖ്യമന്ത്രി വേറെയാണ്, AK ആന്റണി അല്ലെ. അപ്പൊ ഇത് പാസ്സാക്കുന്ന സമയത്ത് AK നായനാർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നിയമമായപ്പോ AK ആന്റണി എന്ന് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം. ആ നിയമത്തിന്റെ കരട് ഉണ്ടാക്കിയെടുത്തത് ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം, ആ നിയമത്തിന്റെ കരട് ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതയാണ്, അത് KR ഗൗരിയമ്മയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 90-ൽ EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയമാണ്, അതായത് ഇടതുപക്ഷം ഈ പറഞ്ഞ ഭരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ നിയമത്തിന്റെ കരടുണ്ടാക്കിയത് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള വനിതയാണ്. ആരാണ്? KR ഗൗരിയമ്മ അല്ലെ. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമത്തിന്റെ കരടുണ്ടാക്കിയത് ആരെ എന്ന് ചോദിച്ചാൽ KR ഗൗരിയമ്മയാണ്. നല്ല ചോദ്യമാണ് അല്ലെ. KR ഗൗരിയമ്മയ്ക്ക് ആ കാര്യത്തിൽ എല്ലാ വിധത്തിലുള്ള ഉപദേശവും സഹായവും നൽകിയ 2 നിയമവിദഗ്ധരുണ്ടായിരുന്നു. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഒന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, വേറൊന്ന് നിയമവിദഗ്ധൻ സുബ്രഹ്മണ്യൻ പോറ്റി അല്ലെ. അപ്പൊ 2 പേര് ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായവുമായിട്ട് നിന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോ എന്താണ് പറഞ്ഞത്? സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് 96-ലാണ്. അത് നിയമമാകുന്നത് 95-ലാണ്. ആദ്യം ആ ബില്ല് നിയമസഭ പാസ്സാക്കുന്നത് 90-ലാണ്. കരടുണ്ടാക്കിയത് ഗൗരിയമ്മയാണ്. നീ പറഞ്ഞ ബില്ല് നിയമസഭ പാസ്സാക്കുമ്പോൾ EK നായനാരാണ്. അത് നിയമമായപ്പോ AK ആന്റണിയാണ് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള അംഗങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലെ, ഒന്ന് കമ്പയർ ചെയ്യാം. അവിടെ എത്ര ഉണ്ടായിരുന്നു? ദേശീയ വനിതാ കമ്മീഷനിൽ എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ട് അല്ലെ. അതുപോലെയാണോ ഇവിടെ എന്ന് ചോദിച്ചാൽ അല്ല, അവിടുത്തെ പോലെയല്ല ഇവിടെ. നമ്പറിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ പോലെയല്ല ഇവിടെ. അവിടെ 6 ആണ്, ഇവിടെ ഈ പറഞ്ഞ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. എത്രയാണ്? 5 അംഗങ്ങളാണ്. എത്രയാണ്? 5 അംഗങ്ങൾ. 5 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു അധ്യക്ഷയും മറ്റ് 4 അംഗങ്ങളും, ഒരു അധ്യക്ഷയും മറ്റ് 4 അംഗങ്ങളും. ആ 4 അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം അല്ലെ. ഒരു അധ്യക്ഷയും മറ്റ് 4 അംഗങ്ങളും, അതിലൊരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം അല്ലെ. അത് കേന്ദ്ര നിയമത്തിലും ഉണ്ടല്ലോ, ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലും അതുണ്ട് അല്ലെ. 2 വ്യത്യസ്ത നിയമമാണെങ്കിലും അതിനകത്തും അതുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കുമല്ലോ. മെമ്പർ സെക്രട്ടറി അവിടെയുണ്ട് ഇവിടെയുണ്ട്. മെമ്പർ സെക്രട്ടറി
ആരാണ്? മെമ്പർ സെക്രട്ടറി. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞിട്ട് കാലാവധി. അവിടെ എത്രയാണ് കാലാവധി? 3 വർഷമാണ് കാലാവധി. ശ്രദ്ധിച്ചു വെച്ചോണം, അവിടെ 3 വർഷമാണ് കാലാവധി. പക്ഷേ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. ഒരു മാർക്ക് ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. അവിടെ 3ആണ്, ഇവിടെ എത്രയാണ്? 5 വർഷമാണ്. 5 വർഷമാണ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിയമിക്കുന്നത് മാർക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾ ഗവർണർ എന്ന് എഴുതി തെറ്റിക്കും. നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവരെ തെരഞ്ഞെടുക്കുന്നത്, നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അല്ലെ? സംസ്ഥാന സർക്കാരാണ് ഇവരെ നിയമിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും. രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരെ നീക്കം ചെയ്യണമെങ്കിൽ അതും സംസ്ഥാന സർക്കാരാണ്. ഗവർണറെന്നോ രാഷ്ട്രപതിയെന്നോ എഴുതരുത്. ഗവർണറെന്നോ രാഷ്ട്രപതിയെന്നോ എഴുതരുത്. അപ്പോൾ നീക്കം ചെയ്യലും സംസ്ഥാന സർക്കാരാണ്. മേളില്, അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതെല്ലാം കേന്ദ്ര സർക്കാരാ, ഇവിടെ എല്ലാം എന്താണ്? സംസ്ഥാന സർക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കോണം. ആ കാര്യം ഉറച്ചു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് പോകത്തില്ല. അപ്പൊ ആ കാര്യത്തിന് ആദ്യം ഉറപ്പുണ്ടാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വാർഷിക റിപ്പോർട്ട് കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും ഒരു കമ്മീഷൻ എന്താണ്? വാർഷിക റിപ്പോർട്ട് കൊടുക്കും. വാർഷിക റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇത്രയും പറഞ്ഞത് എന്ന് അനുമാനിക്കാവുന്നേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ആര്? സംസ്ഥാന വനിതാ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? ഞാൻ അത് പറഞ്ഞില്ല. ആർക്ക് കൊടുക്കണം? അത് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കോറം, അല്ലെ? ഒരു യോഗം നടക്കണമെങ്കിൽ മിനിമം വേണ്ട അംഗങ്ങളുടെ എണ്ണമാണ് കോറം എന്ന് പറഞ്ഞു, അല്ലെ? ഇവിടെ ഇപ്പോ അംഗങ്ങൾ എത്രയേ ഉള്ളൂ? അംഗങ്ങൾ 5 ഉള്ളൂ. ഇവിടെ ഇപ്പോ അംഗങ്ങൾ 5 ഉള്ളൂ. കോറം എത്ര? കോറം പക്ഷേ 4ആണ്. കോറം പക്ഷേ 4ആണ്, അല്ലെ? അവിടുത്തെ കാര്യം എത്രയാ പറഞ്ഞത്? അവിടെ മൊത്തം 6 അംഗങ്ങളാണ്. കോറം പക്ഷേ പകുതിയാണ്, 3ആണ്, അല്ലെ? കോറം 3ആണ്. ഇവിടെ ഇപ്പോ അംഗങ്ങൾ മൊത്തം ഈ പറഞ്ഞ 1 + 4 5ആണ്. പക്ഷെ കോറം 4ആണ്. കോറം എത്ര? 4ആണ്. ഇവിടെയൊക്കെയാണ് മാർക്ക് പോകുന്നത്. കോറം 4ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇവിടെ കിട്ടിയോ? എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം വന്നു? രണ്ടും നിയമമാണ്. രണ്ട് നിയമമാണ്, അല്ലെ? ഒരേ നിയമമല്ല, രണ്ട് നിയമമാണ്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആര് എന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? അത് സുഗതകുമാരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ പി സതി ദേവിയാണ്, അല്ലെ? നിങ്ങൾ ഈ പറഞ്ഞ ഉടനെയാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ ഇതാണ്. പക്ഷെ ഈ പറഞ്ഞ കാലങ്ങൾ കഴിയുമ്പോൾ മാറും. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്തോണം. ആദ്യത്തെ അധ്യക്ഷ അതിന് ഏത് കാലത്തും അത് തന്നെ, മനസ്സിലായോ? ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി, ഇപ്പോഴത്തെ അധ്യക്ഷ പി സതി ദേവി. ഇത്രയും പോരാ എന്നാണ് ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യ പേപ്പറിലെ പ്രസ്താവന ചോദ്യങ്ങൾ തെളിയിച്ചത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ പുസ്തകങ്ങളിലല്ല, ആസ്ഥാ അക്കാഡമിക്ക് സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ആ പുസ്തകത്തിലൊക്കെ അതേ കാര്യം ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദ്യമായിട്ട് തന്നെ ഞങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പരീക്ഷ നടന്നത്. ആ പരീക്ഷ നടന്നപ്പോൾ അതേ രീതിയിൽ ചോദ്യം ചോദിച്ചത്. പിടികിട്ടിയോ? അപ്പോൾ അത് മനസ്സിലായിക്കോ. സുഗതകുമാരി ആദ്യത്തെ അധ്യക്ഷ. ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? പി സതി ദേവി. പോരാ. ഡി ശ്രീദേവി രണ്ടാമത്തെ അധ്യക്ഷ. ഡി ശ്രീദേവി. ഡി ശ്രീദേവിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് പ്രത്യേകത? ആദ്യമായിട്ട് സംസ്ഥാന വനിതാ കമ്മീഷന്റെ 2 തവണ അധ്യക്ഷയാകുന്ന വനിത. ആദ്യമായിട്ട് സംസ്ഥാന വനിതാ കമ്മീഷന്റെ 2 തവണ അധ്യക്ഷയായ വനിത ആരെന്ന് ചോദിച്ചാൽ ഡി ശ്രീദേവിയാണ്, അല്ലെ? ഡി ശ്രീദേവിയാണ്. കേന്ദ്ര വനിതാ കമ്മീഷന്റെ കാര്യത്തിൽ ഗിരിജ വ്യാസ് എന്ന് പറഞ്ഞത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാര്യത്തിൽ ഡി ശ്രീദേവിയാണ് എന്ന് ഓർത്തോണം. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഡി ശ്രീദേവിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എം കമലം. ഡി ശ്രീദേവിക്ക് ശേഷം എം കമലം. അത് കഴിഞ്ഞിട്ടോ കെ സി റോസക്കുട്ടി. അത് കഴിഞ്ഞിട്ട് എം സി ജോസഫൈൻ. ആരാണ്? എം സി ജോസഫൈൻ. അവർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ രാജിവെച്ചിട്ട് പോകേണ്ടി വന്ന ആളാണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവര് രാജി കൊടുത്തു, മനസ്സിലായോ? രാജിക്കത്ത് കൊടുത്തിട്ട് പോയിട്ടുള്ള ഒരു ഈ പറഞ്ഞ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് എം സി ജോസഫൈൻ. ഒരു പക്ഷേ ആ വാർത്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും.
നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ വാർത്തയൊക്കെ മനസ്സിൽ കാണും. അതിനുശേഷമാണ് പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് വന്നത്. ഇപ്പോ ആരാണ് അധ്യക്ഷ? അത് പി സതീദേവിയാണ്. അപ്പോ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി, ഇപ്പോഴത്തത് പി സതീദേവി. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ സ്ഥാനത്തിരുന്നത് ഡി ശ്രീദേവി. ആദ്യമായി 2 തവണ അധ്യക്ഷയായത് ഡി ശ്രീദേവി. ഡി ശ്രീദേവിക്ക് ശേഷം അധ്യക്ഷയാകുന്നത് എം കമല, അത് കഴിഞ്ഞ് കെ സി റോസക്കുട്ടി, എം സി ജോസഫൈൻ, പി സതീദേവി. അല്ലെ, പി സതീദേവി എന്ന് പറയുന്നത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന 6ാമത്തെ വനിതയാണ്. 6ാമത്തെ വനിതയാണ്. മനസ്സിലായോ? 6ാമത്തെ വനിത, പക്ഷെ 7ാമത്തെ അധ്യക്ഷയാണ്. ഇവർ 2 തവണ ഇരുന്നു. 6ാമത്തെ വനിത, പക്ഷെ 7ാമത്തെ അധ്യക്ഷയാണ്. മനസ്സിലായോ? ആരാണ്? പി സതീദേവി. ശരി, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ. ഇപ്പോ സംസ്ഥാന വനിതാ കമ്മീഷനിൽ നിങ്ങൾ ഒരു പരാതി കൊടുക്കുന്നു, ഒരു അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷയ്ക്ക് ഫീസ് ഉണ്ടോ? അല്ലെ, വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷാ ഫീസ് ഉണ്ട് 10 രൂപ. അതുപോലെ ഇവിടെ അപേക്ഷാ ഫീസ് ഉണ്ടോ എന്ന് ചോദ്യം. അപേക്ഷാ ഫീസ് ഇല്ല, ഫ്രീ ആണ്, അപേക്ഷാ ഫീസ് ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്താൽ അഭിഭാഷകരുടെ സേവനം ആവശ്യമാണോ? അല്ലെ, വനിതാ കമ്മീഷനിൽ അഭിഭാഷകരുടെ സേവനം ആവശ്യമാണോ? അത് വിവരാവകാശ നിയമത്തിലും നമുക്ക് ആവശ്യമില്ല, മനുഷ്യാവകാശ നിയമത്തിലും നമുക്ക് ആവശ്യമില്ല. ആവശ്യമാണോ? ഇല്ല, ആവശ്യമില്ല. അല്ലെ, ആവശ്യമില്ല. നമ്മളങ്ങ് പോയി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. അഭിഭാഷകരുടെ സേവനം ആവശ്യമില്ല, നേരിട്ട് നമുക്ക് കമ്മീഷനെ സമീപിക്കാം. അല്ലെ, അഭിഭാഷകർ എന്താണ്, ഇടനിലക്കാരായിട്ട് അവിടെ ആവശ്യമില്ല. ഇനി ഈ പറഞ്ഞ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനുകളിൽ സിവിൽ കേസുകൾ പരിഗണിക്കുമോ? സിവിൽ കേസുകൾ, നിങ്ങളുടെ സ്വത്ത് തർക്കം പോലുള്ള അങ്ങനെയുള്ള ഈ പറഞ്ഞ സിവിൽ കേസുകൾ പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ പരിഗണിക്കത്തില്ല. സിവിൽ കേസുകൾ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനുകളിൽ പരിഗണിക്കത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുമോ? അല്ലെ, സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷനുകൾ സ്വീകരിക്കുമോ? വിവാഹമോചനവുമായി ബന്ധപ്പെട്ട, അതിന് കുടുംബ കോടതികൾ വേറെയുണ്ട്, പരിഗണിക്കത്തില്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പുരുഷന്മാരുടെ അപേക്ഷകൾ സ്വീകരിക്കുമോ? പുരുഷന്മാരുടെ അപേക്ഷകൾ സ്വീകരിക്കുമോ? അല്ലെ, അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കും. അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ ആ കുടുംബമൊക്കെ നേരെ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പുരുഷന്മാരുടെ അപേക്ഷകളും സ്വീകരിക്കും. പിടികിട്ടിയോ? അപ്പോൾ അപേക്ഷാ ഫീസ് ഇല്ല, അഭിഭാഷകരുടെ സേവനം ഇവിടെ ആവശ്യമില്ല, സിവിൽ കേസുകൾ ഇവിടെ പരിഗണിക്കത്തില്ല, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇവിടെ എടുക്കത്തില്ല. പക്ഷേ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പുരുഷന്മാരുടെ അപേക്ഷകൾ വനിതാ കമ്മീഷൻ പരിഗണിക്കാറുണ്ട്. അപ്പൊ അത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്താണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷന് അതിനെന്തെങ്കിലും ഈ പറഞ്ഞ പ്രസിദ്ധീകരണം ഉണ്ടോ? അല്ലെ, രാഷ്ട്രമഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം. അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ശക്തി എത്രയോ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. സ്ത്രീ ശക്തി, രാഷ്ട്രമഹിള എത്രയോ തവണ ചോദിച്ചു. അപ്പോൾ രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്ററാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ന്യൂസ് ലെറ്റർ ആണ് ഏത്? സ്ത്രീ ശക്തി പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. അല്ലെ, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. പക്ഷെ അവിടെ നിർത്തരുത്. ഈ കാര്യം കൂടി നോക്കി വെക്കണം. പിള്ളേരുടെ പുസ്തകങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ആ ചോദ്യങ്ങളും പ്രതീക്ഷിക്കണം. അപ്പൊ അതിലൊരെണ്ണം വേശ്യാവൃത്തി നിരോധന നിയമം. ഭരണഘടനാ ഭാഗത്തും സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് വേശ്യാവൃത്തി നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്. വേശ്യാവൃത്തി നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 1956. സ്ത്രീകളെ, കുട്ടികളെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നതോ ഉപയോഗിക്കുന്നതോ തെറ്റാണ്. അതാണ് വേശ്യാവൃത്തി നിരോധന നിയമം 1956. ഇനി അത് കഴിഞ്ഞിട്ട് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 1961. ഭരണഘടന പഠിക്കുമെങ്കിൽ അതിനകത്ത് ഇതുണ്ട്. സ്ത്രീധന നിരോധന നിയമം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസ്സാക്കിയ നിയമം.
പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. ഏത് കൊല്ലം? 1961. അല്ലെ? വേശ്യാവൃത്തി നിരോധന നിയമം 1956, സ്ത്രീധന നിരോധന നിയമം 1961. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ, അല്ലെ, പ്രോഹിബിഷൻ ആക്ട്. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രോഹിബിഷൻ ആക്ട്, അതായത് സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചാൽ അതിനുള്ള ശിക്ഷ, അല്ലെങ്കിൽ അത് തടയാനുള്ള നിയമം, അല്ലെ? സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് തടയാനുള്ള നിയമം. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ആക്ട്, വുമൺ പ്രോഹിബിഷൻ ആക്ട് 1986, അല്ലെ? അപ്പൊ ഇവിടെ വേശ്യാവൃത്തി നിരോധന നിയമം 1956, ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ അത് 1986, പിന്നെ അത് സ്ത്രീധന നിരോധന നിയമം 1961. കാണാതെ പഠിച്ചെടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഏത് കൊല്ലമാണ്? 2005. വിവരാവകാശ നിയമം 2005. ഗാർഹിക പീഡന നിരോധന നിയമം 2005, അല്ലെ? അപ്പൊ 56 ഉണ്ട്, 61 ഉണ്ട്, 86 ഉണ്ട്, 2005 ഉണ്ട്. ഇനി ഒരു 2013 കൂടി ഉണ്ട്. 2013 എന്താണ്? ജോലി സ്ഥലത്തുള്ള ലൈംഗിക പീഡനം. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് ലൈംഗിക പീഡനം ഏൽക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമം. ആ നിയമം പാസ്സാക്കുന്നത് 2013. അതിന് കാരണമായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കേസുണ്ട്. ആ കേസാണ്, സുപ്രീം കോടതിയിൽ നടന്ന കേസാണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ നിയമമാണ് ജോലി സ്ഥലത്തുള്ള ലൈംഗിക പീഡനം തടയൽ നിയമം 2013, അല്ലെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. അത് മാത്രമാണോ? സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം, അല്ലെ? സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം 1995, നിലവിൽ വരുന്നത് 1995 ആണ്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും നേരത്തെ ചോദിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗുണപ്പെടോ, അല്ലെ? അപ്പോൾ അത് ഗുണപ്പെടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയാവൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തായാലും നിങ്ങൾ തരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, ആ കൊച്ചു പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇനി അത് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പല കാര്യങ്ങളിലുമൊക്കെ മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.